നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലെ റയൽ മാഡ്രിഡും യുവൻറ്റസും തമ്മിലുള്ള മത്സരത്തിൽ മികച്ച പ്രകടനമാണ് ബ്രസീലിയൻ സെൻറ്റർ ബാക്ക് എദർ മിലിറ്റാവോ നടത്തിയത്. അദ്ദേഹത്തിൻ്റെ കളിയുടെ കണക്കുകൾ നോക്കിയാൽ അത് വളരെ വ്യക്തമാണ്. അദ്ദേഹം 3 ടാക്കിൾസ് നടത്തി, 4 ഇൻ്റർസെപ്ഷൻസ്, 6 ക്ലിയറൻസുകൾ, 2 ഷോട്ടുകൾ ബ്ലോക്ക് ചെയ്തു, 3 റിക്കവറീസ്, 5 ഗ്രൗണ്ട് ഡ്യുവൽസിൽ 5 അദ്ദേഹം വിൻ ചെയ്തു. ഏരിയൽ ഡ്യുവൽസ് 6 അതിൽ 3 അദ്ദേഹം വിൻ ചെയ്തു. ഒരു തവണ പോലും അദ്ദേഹത്തെ ഡ്രിബിൾ പാസ് ചെയ്ത് കടന്നു പോകാൻ ആർക്കും പറ്റിയില്ല. അദ്ദേഹം ആകെ ഫൗൾ കമ്മിറ്റ് ചെയ്തത് ഒരേ ഒരു തവണ. അങ്ങനെ മികച്ച പ്രകടനമാണ് എദർ മിലിറ്റാവോ നടത്തിയത്. പരിക്കിൽ നിന്ന് പൂർണ്ണ മുക്തനായി പൂർണ്ണ സജ്ജനായി കളിക്കുന്ന എദർ മിലിറ്റാവോ റയൽ മാഡ്രിഡിന് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. കോച്ച് സാബി അലോൺസോ കളിക്ക് ശേഷം തൻ്റെ സെൻറ്റർ ബാക്കിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ നമ്മൾ നോക്കുകയാണ്. അദ്ദേഹം പറയുന്നു, മിലിറ്റാവോ ഹാസ് ബീൻ ജസ്റ്റ് ഫാൻറ്റാസ്റ്റിക്. ഒന്നും പറയാനില്ല. കാരണം അത്രയും മികച്ച പ്രകടനമാണ് അവൻ നടത്തിയത്. ഇപ്പോൾ അവന് ഫീൽസ് ബെറ്റർ ആൻഡ് ബെറ്റർ എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. നല്ല രൂപത്തിലേക്ക് അവൻ റിക്കവറായി വന്നു കഴിഞ്ഞു. ഹി ഫീൽസ് ബെറ്റർ ആൻഡ് ബെറ്റർ. അതിപ്പോൾ നമുക്ക് കൃത്യമായിട്ട് കളിക്കളത്തിൽ കാണാനും പറ്റുന്നുണ്ട്. അൺബിലീവബിളാണ് അവൻ്റെ പെർഫോമൻസ് പറ്റി പറഞ്ഞാൽ. ഇറ്റ്സ് ആൻ അൺബിലീവബിൾ എക്സലൻറ്റ് ന്യൂസ്. അവൻ്റെ പെർഫോമൻസ് അങ്ങനെയാണ്. ഇതും ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സലൻറ്റ് ന്യൂസാണ്. ആൻഡ് ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ സന്തോഷമുണ്ട് അവൻ്റെ മികവിലേക്ക് തിരിച്ചെത്തിയതിൽ എന്നാണ് ഇപ്പോൾ സാബി അലോൺസോ പറയുന്നത്. എന്തായാലും റയൽ മാഡ്രിഡിനെ നേരിടുന്നവർക്ക് എദർ മിലിറ്റാവോയുടെ സാന്നിധ്യം ഒരു പ്രശ്നമാണ്. തിബോട്ട് കോർട്ടുവ ഗോൾ കീപ്പറായിട്ടും സെൻറ്റർ ബാക്കായിട്ട് എദർ മിലിറ്റാവോയും ഉണ്ടാകുമ്പോൾ റയലിൻ്റെ വലയിലേക്ക് പന്തെത്തിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. ബാഴ്സയും റയലും തമ്മിലുള്ള അടുത്ത കളിയിൽ എന്ത് സംഭവിക്കുന്നുള്ളത് കാത്തിരുന്ന് കാണുകയും ചെയ്യാം. വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.